ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമമായ ബന്തടിക്കയ്ക്ക് അടുത്തുള്ള മാണിമുല എന്ന സ്ഥലത്താണ്. ഇവിടെ പുരാവസ്തു ഗവേഷകർ കുറച്ച് മാസങ്ങളായിട്ട് ഉത്ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഹയുണ്ട്. കുടിവെള്ള പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് JCB വെച്ച് കുഴിയെടുത്തപ്പോൾ കണ്ടെത്തിയതാണ് ഒരു ഗുഹ. അത് പുരാവസ്തു ഗവേഷകരെ അറിയിച്ചു. അവർ വന്നിട്ട് എല്ലാം ബാക്കി മണ്ണെല്ലാം മാറ്റി നോക്കി നല്ല ശരിക്കുള്ള കൊത്തുപണികളുടെ അറകൾ ഒക്കെ അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റി. ഇത് നമുക്കതൊന്ന് കാണാം. ഇതേ ഇതാണ് അതിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഇത്തരം ഭാഗത്തുണ്ട്. അടിയിൽ അതിൻ്റെ വാതിലുണ്ട്. ഇതിന് മുകളിലേക്കൊരു ഹോള് കാണുന്നുണ്ട്. ഇതാ ഇത് അടുത്തൊന്ന് കാണിച്ച്. ഇതാണ് മുകളിലേക്കുള്ള ഹോള്. ഇനിയിപ്പോൾ ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അതിനകത്ത് ലൈറ്റ് ഉണ്ടോ എടുത്ത് കാണിച്ച്. അത് കയറുന്ന ലൈറ്റ് അവിടെ അടിച്ചാൽ മതി. ഇവിടെ ഇതിനകത്തൂടെ അടിച്ചു. ഇതാണ് ആ ഗുഹ. ഇതിനകത്ത് കണ്ടൊരു ഗുഹയാണ്. ഇത് നല്ലതല്ലോ. ഇതല്ല ഇത് നോക്കിയ നല്ല കൊത്തുപണിയോട് കൂടിയ അതിൻ്റെ വാതിലൊക്കെ ഇവിടെ ചേർത്ത് വെച്ചൊരു വാതിലുണ്ടായിരുന്നു. ഇതെല്ലാം ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ഏകദേശം ഒരു 2-2.5 മീറ്റർ വിസ്തൃതിയുണ്ട് ഇതിന്. ചെങ്കല്ലാണ്, ചെങ്കൽ, ചീങ്കപ്പാറ. ഇതാണ് മുകളിലേക്കുള്ള ഇത്. ഇത്രയും ഭാഗത്ത് നല്ല വിസ്താരമുണ്ട്. ഇതിനകത്താണ് പുരാവസ്തു വകുപ്പിലെ ആൾക്കാർ വന്നിട്ട് ഉത്ഖനനം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പഴയ കലങ്ങൾ, കലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇത് ഏകദേശം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളത്. ഒരു 4000-5000 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് 5000 വർഷത്തിന് മുകളിലുണ്ടാവും, പറയാൻ പറ്റില്ല. കാരണം മഹാശിലായുഗ കാലഘട്ടത്തിലെ ഒരു കല്ലറയാണെന്നാണ് പറയുന്നത്. നന്നങ്ങാടികൾ എന്നൊക്കെ പറയും ഇതിന്. കല്ലറയാണത്. അവർ മരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സേഫായിട്ട് അടക്കം ചെയ്യുന്നതാണ്. അപ്പോൾ അവരുപയോഗിച്ച വസ്തുക്കൾ ആ കൂടെ തന്നെ കഴുത്തിലുണ്ടാകുന്ന ആഭരണങ്ങളും അല്ലെങ്കിൽ മുത്തുകളും അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെ അടക്കം ചെയ്യും. പിന്നെ കുടത്തിനകത്ത് വെള്ളം വെച്ചേക്കും. അങ്ങനെ അവരുപയോഗിച്ച സാധനം അതിനകത്തിട്ട് പതിവായിട്ട് അടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഏതാണ്ട് നിയാണ്ടർത്താൽ മനുഷ്യന് ശേഷം ആധുനിക മനുഷ്യൻ്റെ ആ കാലഘട്ടത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിത്ര അധികം പഴക്കം ഉള്ളതാണിത്. ഈ അടുത്തുള്ളതല്ല. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് അതവിടെ ഈ കണ്ടെത്തിയത്. ഇതിനപ്പുറത്ത് മറ്റൊന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു. അതിനകത്ത് നിന്ന് അസ്ഥി കഷ്ണങ്ങളും ഒക്കെ മറ്റേ മുത്തുകൾ അങ്ങനെയെല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിക്കേണ്ടതാണ് വരുന്ന തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ അവർ മൂടിക്കളഞ്ഞു. അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മൂടിക്കളഞ്ഞത്. ഇത്തരം ഭാഗം വീട് മണ്ണ് മാറ്റി നോക്കിയതാണ്. അവർ നേരത്തെ ഇതിൻ്റെ ഏകദേശം ഭാഗം കാണുന്നുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇത് ഈയിടെ പുരാവസ്തുക്കാർ വന്നപ്പോൾ അതിൻ്റെ മണ്ണെല്ലാം മാറ്റി അവർ ഇതിനകത്ത് ഉത്ഖനനം നടത്തിയതാണ്. ഇതിൽ നോക്കിയാൽ തന്നെ അകത്തേക്കുള്ള ഭാഗത്തെ കാണാൻ പറ്റും. അതിന് വായുവൊക്കെ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് മറ്റെന്തോ ഒരു വലിയ കല്ല് വെച്ച് അടച്ച ഒരു പാടൊക്കെ കാണുന്നുണ്ട്. കാലക്രമേണ വല്ല കാട്ടുമൃഗങ്ങളൊക്കെ ചവിട്ടിയിട്ടെങ്ങാനും പോയിട്ടുള്ളതായിരിക്കാം അത്. ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറം താഴെയാണ് നേരത്തെ ആദ്യം കണ്ടെത്തിയത്. അതിനകത്തു നിന്നാണ് അസ്ഥി കഷ്ണങ്ങളൊക്കെ കണ്ടെത്തിയത്. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് രവി. ഇത് ചേട്ടൻ്റെ സ്വന്തം സ്ഥലമാണോ? സ്വന്തം സ്ഥലം. ബൽക്കെടുത്തത് അല്ലേ? കുറച്ച് കാലം. ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്നെ വരും? മാണിമൂല. മാണിമൂല തന്നെ. മാണിമൂല തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഗുഹയൊക്കെ കണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് നേരത്തെ പണ്ട് കാലം വരെ ഇല്ല. നമ്മൾ എടുക്കുമ്പോഴേ ഇത് ഇവിടെ ഇല്ലത് നമുക്കെല്ലാം അറിയാണ്ടെന്ന്. കുറച്ച് കാലം മുമ്പേ ആയിട്ട് നമ്മൾ എടുക്കുന്നതിന് മാറ്റി നോക്കാനൊന്നും പോയില്ല? ഇല്ലില്ല, നമ്മൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിനപ്പുറത്ത് വേറെ ഉണ്ടെന്ന് ആ പറയുന്നുണ്ടായിരുന്നു. അപ്പുറം ഒന്നുണ്ട്. അതാണോ ആദ്യം കണ്ടത്? അതാദ്യം കണ്ടത്. JCB വന്നിട്ട് പൈപ്പ് വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇടുമ്പോ അവര് കണ്ടു. ശരി. പിന്നെ അവര് അതിന്റെ ആളെ അറിയിച്ചിട്ട് വന്നു. ഇത് പുരാവസ്തുക്കാർ വന്നു, പുരാവസ്തു ആൾക്കാർ വന്നു, മണ്ണെല്ലാം മാന്തി നോക്കി. ഇല്ല, അത് മാന്തിട്ട് ഉണ്ടായതല്ലേ, അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടായത്. അപ്പൊ അപ്പുറത്തെ മണ്ണോ? അപ്പുറത്തെ ഇപ്പൊ വന്നിട്ട് അവര് മാന്തി നോക്കി. അവർക്ക് വഴിയും കാര്യമെല്ലാം അറിയുന്നതല്ലേ. അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്തിയോ? അതിനകത്ത് ഇപ്പൊ കുറച്ച് മുത്ത് കിട്ടീനി, ചെറിയ പിന്നെ 2-3 ചെറിയ കലം കിട്ടി. ബാക്കിയെല്ലാം മുമ്പേ എടുത്തത്. അസ്ഥി മുമ്പേ കിട്ടിയത്. ആദ്യം വന്നപ്പോഴേ അതെല്ലാം കിട്ടി. ഏപ്രിൽ മാസത്തിലത് കണ്ടെത്തിയത്. ഏപ്രിൽ മാസത്തില് കറക്റ്റായിട്ട് ഓർമ്മയില്ല എനിക്ക്. കുറച്ച് മാസങ്ങളായി. ശരി. അതിനുശേഷമാണ് ഇത് പിന്നെ മാധ്യമം. അതിനകത്ത് വേറെ ഒന്നും കണ്ടെത്തില്ല. ഇതിനകത്ത് ഒരു മൺകല്ലും കിട്ടീനി കുറച്ച്. ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, പൊടിയായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ കുറെ പേര് കാണാനൊക്കെ വന്നിരുന്നു. പഞ്ചായത്തൊക്കെ ഇടപെട്ടിരുന്നോ? പഞ്ചായത്താറൊന്നും ഇങ്ങനെ വരുന്ന ആൾക്കാർ പിന്നെ അതിന്റെ ബന്ധപ്പെട്ടായിട്ട് ഇന്നലെ MLA എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. സ്കൂൾ പിള്ളേർ വന്ന് കുറെ ആൾ കാണാൻ വേണ്ടിട്ട്. അപ്പൊ അവരൊന്ന് ഉൾക്കരണം നടത്തി അല്ലേ? നോക്കി വരുന്നവരെല്ലാം ഇതിന്റെ അകത്ത് നോക്കാനെല്ലാം വിടുന്നുണ്ടായി. വേറെ വിടുന്നില്ല, ആ സാധനം തൊടാനൊന്നും അവര് തൊട്ടുകൂടാ അറിഞ്ഞിട്ട് ഇതെല്ലാം നോക്കിയിട്ട് പോയി. ഓക്കെ, താങ്ക് യു. ഇതാണ് ആദ്യം കണ്ടെത്തിയ ഗുഹ, അന്നങ്ങാടി എന്നറിയപ്പെടുന്നത്. ഇതിനകത്തു നിന്നാണ് അസ്ഥി കഷ്ണങ്ങളും പഴയ മൺകലങ്ങൾ, ആയുധങ്ങൾ, മുത്തുകൾ ഒക്കെ ഇതിനകത്തു നിന്നാണ് കണ്ടെത്തിയത്. അതും പഴയ പോലെ തന്നെ അറയുണ്ട്. അറയുടെ വാതിൽ പ്രത്യേക രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ആണ്. ഇതിന് നല്ലൊരു അടപ്പ് ഉണ്ടായിരുന്നു. അത് അടപ്പ് അവർ വെച്ച് ഇപ്പോൾ മൂടിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും, അതുകൊണ്ട് അവർ മൂടുക എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ വാതിൽ കാണുന്നത്. അടച്ചിരുന്ന സേഫായിട്ടുള്ള ഒരു ചതുരത്തിൽ കല്ല് കൊത്തിയെടുത്ത ഒരു അടപ്പ്, ഒരു വാതിൽ, അത് വെച്ച് അങ്ങനെ അടച്ചിട്ട് അവർ ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ അത് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മൂടാതെ ചരിത്രാവശിഷ്ടമായി നിലനിർത്തേണ്ടതാണ് വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടി. പക്ഷേ എന്തോ അവർ മൂടുന്നുണ്ട്. ഇതിനകത്ത് മുത്തുകൾ കിട്ടിയിട്ടുണ്ട്, മൺപാത്രങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ഫോട്ടോ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വിജയ്.